പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റിയും കൂടി ചേർത്താണ് അദ്ദേഹത്തിന് മോശമായിട്ട് പരാമർശിക്കുന്നത്. ഒരു കാം ഹാർട്ടഡ് അല്ലെങ്കിൽ കാം മൈൻഡഡ് പേഴ്സൺ ഒന്നുമല്ല, സൈഡ് ലൈനിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. സോ റെഫറീസും മനുഷ്യരാണ്, അവർ മെഷീനൊന്നുമല്ല കറക്റ്റ് 99.99% ആക്യുറസിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട്. ഹലോ ഗൈസ്, ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് സമ്പാദിക്കുന്ന ആൾക്കാർ ആരായിരിക്കും? ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസിനല്ല നമ്മൾ ഉദ്ദേശിച്ചത്, ജനറൽ റോൾ വൈസ് ആരായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും കോച്ചസും പ്ലേയേഴ്സും ഒന്നല്ല, അതിനേക്കാളൊക്കെ മേലെ റെഫറീസ് നിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏത് ഫുട്ബോൾ ലീഗ്സ് എടുത്ത് നോക്കിയാലും റെഫറീസ് സമ്പാദിക്കുന്ന വെറുപ്പ് അല്ലെങ്കിൽ അവർ നേടിയെടുക്കുന്ന വെറുപ്പ് എന്ന് പറയുന്നത് വേറൊരു ലെവലിൽ തന്നെയാണ്. ഏതൊരു ടീമും കോച്ചും പ്ലെയർ ആയാലും സ്വന്തം ടീമിനെതിരെ റെഫറീസിൻ്റെ ഡിസിഷൻ പോകുമ്പോൾ അത് ബ്ലാറ്റൻ മിസ്റ്റേക്സ് ആണെങ്കിൽ പറയേ വേണ്ട, അവരെങ്ങനെയൊക്കെ പോയാലും റെഫറീസിനെതിരെ അവസാനം തിരിയും, റെഫറീസിനെ വെറുക്കും. ഫാൻസ് ആണെങ്കിൽ ആ കാര്യത്തിൽ അടുത്ത ലെവലിലാണ്. ഓൾറെഡി ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ റെഫറീസിൻ്റെ എല്ലാ തീരുമാനങ്ങളും സസൂക്ഷ്മം വിലയിരുത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സോ അതുകൊണ്ട് തന്നെ റെഫറീസിനെതിരെയുള്ള അക്യൂസേഷൻസും വളരെ കൂടുതലായിരിക്കും ഫാൻസിന്, എസ്പെഷ്യലി ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ആസ് എ പബ്ലിക് ഔട്ട്റീച്ച്. കോച്ചസിനും പ്ലേയേഴ്സിനും അത്ര പബ്ലിക്കലി പറയാൻ കഴിയില്ലെങ്കിലും ഇന്റർണലി അവരുടെ ഇടയിലും ടോക്സ് ഉണ്ടായിരിക്കുമല്ലോ. സോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതായത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുട്ബോൾ ലീഗ്സ് ആയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഈ അക്യൂസേഷൻസും കാര്യങ്ങളൊക്കെ കുറേ കാലമായിട്ട് ഫാൻസ് ഉന്നയിക്കുന്നുണ്ട്. ചില സെലക്ടഡ് റെഫറീസിനെതിരെ ചില ക്ലബ്ബ് ഫാൻസ് എല്ലാം അക്യൂസേഷൻസും കറപ്ഷൻസും എല്ലാം ആരോപിക്കാറുണ്ട്. ആ ഒരു റെഫറിക്ക് തങ്ങളുടെ ക്ലബിനോട് എതിരെ ബയാസ്ഡ് ആണ് അല്ലെങ്കിൽ ഇന്നൊരു ക്ലബിനോട് ചേർന്ന് ബയാസ്ഡ് ആണ് എന്നുള്ള അക്യൂസേഷൻസും കാര്യങ്ങളും എല്ലാം പ്രീമിയർ ലീഗ് ഫാൻസും അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസും എല്ലാം വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്ത് ഉന്നയിക്കുന്നതാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ചെൽസി ആന്റണി ടൈലർ കോംബോ ആണ്. ചെൽസി ഫാൻസിന് കണ്ടെടുത്താൽ കണ്ടോണം ആന്റണി ടൈലർ എന്ന റെഫറീനെ. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസ് ചെൽസിക്ക് എതിരാണ്, എപ്പോഴും ബയാസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസ് എന്ന് ചെൽസി ഫാൻസ് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള കാര്യമാണ്, കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്. സോ അതൊരു എക്സാമ്പിൾ മാത്രമാണ് പ്രീമിയർ ലീഗിൽ. പക്ഷേ ഇതേപോലുള്ള ഓൺ ഫീൽഡ് ഡിസിഷൻസ് അല്ലാണ്ട് ഓഫ് ഫീൽഡ് ഡിസിഷൻസ് വെച്ച് ഈ ഒരു ക്ലെയിം അല്ലെങ്കിൽ ഈ ഒരു അക്യൂസേഷനെ ബാക്ക് ചെയ്യാനായിട്ട് ഫാൻസിന് ഇത്രങ്ങളും കഴിഞ്ഞിരുന്നില്ല കാര്യമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. ഡേവിഡ് കൂട്ട് ഇംഗ്ലീഷ് റെഫറിയാണ്, പ്രീമിയർ ലീഗ് ഒഫീഷ്യേറ്റ് ചെയ്യുന്നൊരു സ്ഥിരം റെഫറി തന്നെയാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയൊരു ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത്. ഒരു അക്യൂസേഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രൂഫ് സഹിതമാണ് വീഡിയോ പുറത്തു വന്നത്. സോ ഹൂസ് ഡേവിഡ് കൂട്ട്? ഇംഗ്ലണ്ടിൽ നോട്ടിംഗ്ഹാംഷയർ കൗണ്ടി എഫ്എയിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് റെഫറിയാണ് ഡേവിഡ് കൂട്ട്. ആദ്യം ഇംഗ്ലീഷ് ലീഗിലും പിന്നീട് 2018 മുതൽ പ്രീമിയർ ലീഗിലും ഒഫീഷ്യേറ്റ് ചെയ്യുന്ന ഒരു റെഫറിയാണ് ഇദ്ദേഹം. സോ 42-കാരനായ ഈ ഇംഗ്ലീഷ് റെഫറി എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്പോട്ട്ലൈറ്റിലേക്ക് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, തിങ്കളാഴ്ച എക്സിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെയും ബെൻ കിറ്റ് എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെയും ചേർന്നുള്ളൊരു വീഡിയോ, ഇവർ രണ്ടുപേരും ക്യാമറ നോക്കി സംസാരിക്കുന്ന ഒരു വീഡിയോ സർക്കുലേറ്റ് ആയി. സോ വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണിത്, പക്ഷെ ഇപ്പോഴാണ് അത് പുറത്തു വന്നത്. ഈ വീഡിയോയിലെ സാരാംശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ വീഡിയോയിൽ ഇടയിൽ അന്നത്തെ ലിവർപൂൾ ടീമിനെതിരെയും അവരുടെ അന്നത്തെ ജർമ്മൻ കോച്ചായിരുന്ന യൂർഗൻ ക്ലോപ്പിനെതിരെയും മോശം പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഇദ്ദേഹം ഒഫീഷ്യേറ്റ് ചെയ്തൊരു മാച്ചിന് ശേഷം കോച്ചായിരുന്ന യൂർഗൻ ക്ലോപ്പ് അദ്ദേഹത്തിനോട് വളരെ മോശമായിട്ട് പൊട്ടിത്തെറിച്ചു എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാരണമായിട്ട് ഇദ്ദേഹം പറഞ്ഞത്. സോ ഇദ്ദേഹത്തിന് ലിവർപൂളിന് ഇഷ്ടമല്ല, കോച്ചിൻ്റെ നടപടികളും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു. പരാമർശങ്ങൾ മാത്രമല്ല, പേരെടുത്ത് മോശം പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഇദ്ദേഹം. ലിവർപൂളിനൊരു പരാമർശിച്ചതിന് പുറമെ കോച്ചിനെ പേരെടുത്ത് പറഞ്ഞ് ഒന്നിൽ കൂടുതൽ തവണ, അത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ തവണ അദ്ദേഹം പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റിയും കൂടി ചേർത്താണ് അദ്ദേഹത്തിന് മോശമായിട്ട് പരാമർശിക്കുന്ന യൂർഗൻ ക്ലോപ്പിനെ. സോ ഈ ഒരു ഇൻസിഡൻ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സോ ഈ കഴിഞ്ഞ ശനിയാഴ്ച ലിവർപൂൾ 2-0 ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ച മത്സരം, നമ്മളതിൻ്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കണേ. സോ ആ ഒരു മാച്ചും ഒഫീഷ്യേറ്റ് ചെയ്തത് ഇതേ ഡേവിഡ് കൂട്ട് തന്നെയായിരുന്നു. സോ അതിനുശേഷം തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ പുറത്തു വന്നത്. സോ ഉടനെ തന്നെ PGMO അവരുടെ നടപടി സ്വീകരിച്ചു. PGMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഗെയിം മാച്ച് ഒഫീഷ്യൽസ് ലിമിറ്റഡ്, പ്രീമിയർ ലീഗിലെ റെഫറീസിൻ്റെ കമ്പനി. സോ അവർ ഇതിനെതിരെ ഉടനെ തന്നെ നടപടി എടുത്തു. ഡേവിഡ് കൂട്ടിനെ സസ്പെൻഡ് ചെയ്തു. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ഗോയിങ് എന്നാണ് അവർ അറിയിക്കുന്നത്. വേറൊരു രീതിയിലും കമൻറ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. സോ എന്തായാലും ഡേവിഡ് കൂട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പ്രീമിയർ ലീഗ് മാച്ചസിൽ നിന്നും. സോ അദ്ദേഹത്തിന് ഓൾറെഡി ഈ ഒരു വീക്സിൽ നാഷൻസ് ലീഗ് മത്സരങ്ങൾ ഉണ്ടായിരുന്നു ഒഫീഷ്യേറ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയേക്കാണ് ഇപ്പോൾ. ഡേവിഡ് കൂട്ടിൻ്റെ കൂടെ വീഡിയോയിലുണ്ടായിരുന്ന ബെൻ കിറ്റ് എന്ന് പറയുന്ന മച്ചാൻ പഴയൊരു നോട്ടിംഗ്ഹാംഷയർ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹം ഒരു ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഫേമിൽ നിന്നും അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്തു എന്നൊരു റിപ്പോർട്ട്സ് കേൾക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയയുടെ ഭാഗത്ത് നിന്ന്.
സോ എന്തായാലും ഡേവിഡ് കൂട്ടിന് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട് ഇവിടെ. അദ്ദേഹം ഇനി ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു റെഫറി ആയിട്ട് അദ്ദേഹത്തിന് തുടരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇപ്പോൾ ലിവർപൂൾ ഫാൻസിലെ കട്ടക്കലിപ്പിലാണ്. കാരണം ഡേവിഡ് കൂട്ടി എന്നുള്ള ആരോപണങ്ങൾ ഫാൻസൊക്കെ ഉന്നയിക്കാൻ വേണ്ടി ഒരു കാലം കുറേ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാച്ചസിൽ നിന്നുള്ള പല ഇൻസിഡൻസും ഇതിനു മുമ്പും ലിവർപൂൾ ഫാൻസിനെ ചൊടിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അതിൽ ഇപ്പോൾ ലിവർപൂൾ ഫാൻസ് എടുത്തു പറയുന്ന ഒരു 4 ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബർ 2019 അന്ന് ഇദ്ദേഹം VAR-ലായിരുന്നു ഇരുന്നത്. യുണൈറ്റഡ് ആയിട്ടുള്ള ലിവർപൂളിലെ അവേ മാച്ചായിരുന്നു. സോ ആ മാച്ചിൽ ഫസ്റ്റ് ഓപ്പണിംഗ് ഗോൾ മാർക്കസ് റാഷ്ഫോർഡ് നേടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലിൻഡലോഫ് യുണൈറ്റഡ് പ്ലെയർ ലിവർപൂൾ പ്ലെയറായ ഒറിഗിയെ ഫൗൾ ചെയ്യുന്നുണ്ട്. VAR ഇതിൽ കാര്യം ചെക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അത് ലിവർപൂളിന് അനുകൂലമായിട്ട് VAR വിധിച്ചില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. പിന്നീട് പറയാനുള്ളത് ജൂലൈ 2020 വരേണ്ടത്. ആ സമയമായിരിക്കും ലിവർപൂൾ കുറേ ചാമ്പ്യന്മാരായി ക്രൗണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാച്ച് നടന്നത്. സോ ഈ മത്സരത്തിൽ അത് ക്ലോസ്ഡ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത് ബേൺലിക്കെതിരെയാണ്. ഈ ഒരു മത്സരമാണ് ഡേവിഡ് കൂട്ടി വീഡിയോയിൽ പറയുന്ന ഇൻസിഡൻ്റ് ആയിട്ടുള്ള മത്സരം വരുന്നത്. ആ മത്സരത്തിന് ശേഷമാണ് യൂറൻ ക്ലോപ്പുമായിട്ട് ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടായതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ 2019 ബേൺലി ആയിട്ട് നടന്ന മത്സരത്തിൽ 1-1 മത്സരത്തിൻ്റെ റിസൾട്ട് വന്നത്. അതിൽ 83ാമത്തെ മിനിറ്റിൽ ആൻഡി റോബർട്ട്സിൻ്റെ ഒരു പെനാൽറ്റി ക്ലെയിം ഡേവിഡ് കൂട്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലിവർപൂൾ ഗെയിം ആയിരുന്നു ഓൺ ഫീൽഡ് റെഫറി ആയിട്ടുള്ളത് ആ മത്സരം. സോ ആ മത്സരത്തിൻ്റെ ആ ഒരു റിസൾട്ടോട് കൂടി 1-1 ഡ്രോയോട് കൂടി ഒരു സീസണിൽ 100% വിൻ റെക്കോർഡോട് കൂടി ഹോമിൽ എല്ലാ മാച്ചസും 100% വിൻ റെക്കോർഡിൽ കൊണ്ടുവരാം എന്നുള്ള റെക്കോർഡ് ലിവർപൂളിൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം 1-1 ഡ്രോയിലാണല്ലോ അവസാനിച്ചത്. സോ അതിനുശേഷം പിന്നെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് ഫാൻസ് പറയുന്നത് 2020 ഒക്ടോബറിൽ നടന്ന മത്സരമാണ്, എവർട്ടൺ ആയിട്ടുള്ള മത്സരം. അതൊരു മേജർ ഇൻസിഡൻ്റ് ആയിരുന്നു. കാരണം അവരുടെ സീസൺ തന്നെ ഡിഫൈൻ ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആ മത്സരത്തിൽ നടന്നായിരുന്നു. എവർട്ടൺ ഗോൾ കീപ്പറായ ജോർദൻ പിക്ഫോർഡ് ലിവർപൂൾ ഡിഫൻഡറായ വെർജിൽ വാൻ ഡൈക്കിനെതിരെ ഒരു അല്ലെങ്കിൽ റഫായിട്ടുള്ളൊരു ടാക്കിൾ നടത്തിയായിരുന്നു. ആ ഒരു ടാക്കിളിൽ വെർജിൽ വാൻ ഡൈക്ക് ഇഞ്ചേർഡ് ആവുകയും അദ്ദേഹത്തിൻ്റെ സീസൺ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. ലിവർപൂളിൻ്റെ ടൈറ്റിൽ ചലഞ്ചിന് അത് വലിയൊരു ബ്ലോ ആയി തന്നെ പറയാവുന്നൊരു ഇൻസിഡൻ്റാണ്. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റിന് അന്ന് VAR-ൽ ഇരുന്നത് ഡേവിഡ് കൂട്ടായിരുന്നു. അദ്ദേഹം ആ ഒരു ഡിസിഷന് റെഡ് കാർഡ് അഡ്വൈസ് ചെയ്തിരുന്നില്ല. അതിനൊന്ന് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് വാൻ ഡിക്ക് ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ജോർദൻ പിക്ഫോർഡിൻ്റെ ആ ഒരു ഇന്ത്യൻ്റുള്ള ചലഞ്ചിന് അദ്ദേഹം റെഡ് കാർഡിന് അഡ്വൈസ് ചെയ്തില്ല ഓൺ ഫീൽഡ് റെഫറിക്ക്. സോ ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള 2023 ഡിസംബറിൽ നടന്ന മത്സരം, കഴിഞ്ഞ വർഷം നടന്ന ആഴ്സണലായിട്ടുള്ള മത്സരമാണ്. ഈ ഇൻസിഡൻറ്റ് മിക്ക ഫാൻസിനും ഓർമ്മയുണ്ടാവും. കാരണം ആഴ്സണൽ ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡെഗാർഡ് ആഴ്സണലിൻ്റെ ബോക്സിൽ തന്നെ പന്ത് കൈകൊണ്ട് തട്ടുന്ന ഒരു സീക്വൻസ് വന്നായിരുന്നു. സ്ലിപ്പായി വീഴാൻ പോയി പന്ത് തട്ടുക എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റിന് ലിവർപൂൾ പെനാൽറ്റിക്ക് വേണ്ടി ഒരുപാട് വാദിച്ചെങ്കിലും ഡേവിഡ് കൂട്ട് VAR-ലായിരുന്നു അദ്ദേഹം പെനാൽറ്റി കൊടുത്തില്ല. സോ ആ ഒരു ഇൻസിഡൻറ്റ് ഫാൻസ് പറയുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റ് കുറച്ചും കൂടി ഓർത്തിരിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം PJ മോളിൻ്റെ ഹെഡായ ഹവർഡ് വെബ് പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു അതൊരു തെറ്റായിപ്പോയി, അത് ശരിക്കും പെനാൽറ്റി കൊടുക്കേണ്ടതായിരുന്നു എന്ന്. റഫറീസിന് പറ്റിയ തെറ്റാണെന്ന് ഒഫീഷ്യലി സമ്മതിക്കുന്നുണ്ട്. സോ ഫാൻസിൻ്റെ ആ ഒരു ക്ലെയിം കുറച്ചും കൂടി അവിടെ സ്ട്രെങ്തൻ ആവുകയാണ്. എന്തായാലും ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഡേവിഡ് കൂട്ടിന് എക്കാലത്തും ലിവർപൂളിനെതിരെ ഒരു ബയസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലിവർപൂൾ ഫാൻസ് ഉയർത്തിക്കാട്ടുന്ന സോഷ്യൽ മീഡിയ മൊത്തം. പിന്നെ യൂറൻ ക്ലോപ്പിൻ്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം ഒരു കാം മൈൻഡഡ് പേഴ്സൺ ഒന്നുമല്ല. സൈഡ് ലൈനിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. സോ ബട്ട് സ്റ്റിൽ റഫറീസിനും ഉണ്ടാവും അത്. ഇപ്പോൾ തങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ തങ്ങളോട് അനാവശ്യമായി തല്ലുപിടിക്കുന്ന പ്ലേയേഴ്സിനോടും ടീം കോച്ചസിനോടും ഒരു അതൃപ്തി റഫറീസിനും ഉണ്ടാവും ഒഫീഷ്യലി. പക്ഷെ അത് ഒഫീഷ്യലി അല്ലെങ്കിൽ പബ്ലിക്കലി സമ്മതിക്കുക, അല്ലെങ്കിൽ പബ്ലിക്കലി ഒരു വീഡിയോയിൽ അത് സംസാരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ അവിടെ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത് റഫറിയുടെ. കാരണം റഫറീസ് ആർ സപ്പോസ് ടു ബി അൺബയസ്ഡ്. സോ ഓഫ് ഫീൽഡിൽ ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞതിന് ശേഷം ഓൺ ഫീൽഡ് വരുമ്പോൾ അദ്ദേഹം അൺബയസ്ഡ് ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓൾറെഡി പ്ലേയേഴ്സും കോച്ചസും ഇതിന് ടീം മാനേജ്മെൻറ്റ് അടക്കം റഫറീസിനെതിരെ തിരിയുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നടന്ന കഴിഞ്ഞ സീസണിൽ നിന്നാണ് നോട്ടിംഗ് ഫോറസ്റ്റിൻ്റെ ഇൻസിഡൻ്റാണ്. നോട്ടിംഗ് ഫോറസ്റ്റ് വാസ് എവർട്ടൺ മാച്ച്. അതൊരു റെലഗേഷൻ ടൈമായിരുന്നു, അവരുടെ ബാറ്റിലിൻ്റെ ടൈമായിരുന്നു. സോ എവർട്ടനായുള്ള മത്സരം 2-0 നോട്ടിംഗ് ഫോറസ്റ്റ് തോറ്റായിരുന്നു. സോ അന്നത്തെ
റെഫറി ആയിരുന്ന സ്റ്റുവാർട്ട് ആറ്റ്വെൽ, അദ്ദേഹം ഒരു ലൂട്ടൺ ഫാനാണ് എന്ന് ആരോപിച്ച് മത്സരത്തിന് ശേഷം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അഡ്മിൻ ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിലാണ് ചെയ്തത്. വലിയ കാര്യമായിട്ട് തന്നെ വിമർശിക്കുന്നത് പി ഫാനാണ്, ഇത് PGMO നേരത്തെ അറിയിച്ചാണ്, എന്നിട്ടും അദ്ദേഹത്തെ തന്നെ മാച്ച് ഒഫീഷ്യേറ്റ് ചെയ്യാൻ വിട്ടു എന്നുള്ള രീതിയിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ അഡ്മിൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നതാണ്, പോസ്റ്റൊക്കെ ചെയ്തിരുന്നതാണ്. അതിനുശേഷം പ്രീമിയർ ലീഗ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് നല്ലൊരു ഹെഫ്റ്റി ഫൈൻ തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നു ആ ഒരു കാര്യത്തിൽ. സോ അത്രയും ക്ലോസ് ആയി എത്തി ഈ റഫറീസിനെതിരെ കാര്യങ്ങൾ. സോ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിനെല്ലാത്തിൻ്റെ ഇടയിലേക്ക് എണ്ണയല്ല പെട്രോൾ പോയി ഒഴിക്കുന്ന രീതിയിലുള്ള ഡേവിഡ് കൂട്ടിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ PGMOയുടെ ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ആ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ ഡേവിഡ് കൂട്ട് കാത്തു നിൽക്കുമെന്ന്. അദ്ദേഹം മിക്കവാറും ജോലിയിൽ നിന്ന് സ്വയം ഒഴിയാൻ തന്നെയാണ് ചാൻസ്. മെയിൻലി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ മോശം പരാമർശത്തിൽ കോച്ചിനെതിരെയും ടീമിനെതിരെയും പറയുന്നതിനേക്കാൾ ഉപരി കോച്ചിനെ നാഷണാലിറ്റി ചേർത്ത് അദ്ദേഹം പരാമർശിക്കുന്നൊരു സീനുണ്ട്. അത് കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം FAയുടെ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ഡയറക്റ്റ് ബ്രീച്ച് തന്നെയാണ് അത്. കാരണം അതൊരു വേണമെങ്കിൽ ഒരു റേഷ്യൽ അബ്യൂസായിട്ട് അതിനെ കണക്കാക്കാവുന്നതാണ്. സോ അത് നല്ല രീതിക്ക് ഇമ്പാക്റ്റ് ഉള്ളത് തന്നെയാണ്. അതിൻ്റെ ചാർജസ് മേ ബി ഡേവിഡ് കൂട്ടി ഫേസ് ചെയ്യേണ്ടിയും വന്നേക്കാം. സോ എനിവേ ഇനി പ്രീമിയർ ലീഗിലേക്ക് ഒരു റീ എൻട്രി അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബിളി ഇപ്പോൾ കേൾക്കുന്ന ഒരു പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സൗദി ലീഗിലേക്ക് പോകാം എന്നുള്ളതാണ്. കാരണം പ്രീമിയർ ലീഗ് റഫറീസിന് സൗദി പ്രോ ലീഗിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. അത് ഈ അടുത്തൊക്കെ ചില റഫറീസ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് 42 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇനി സാധാരണ പ്രീമിയർ ലീഗ് റഫറീസ് എന്നൊക്കെ പറഞ്ഞാൽ 50 വരെ മിനിമം 50 വരെയൊക്കെ നിൽക്കാറുണ്ട്. സോ ഒരു 8 കൊല്ലത്തെ സർവീസ് അദ്ദേഹത്തിന് മിക്കവാറും ഇതോടെ മറക്കാം എന്നാണ് തോന്നുന്നത്. സോ നല്ല ശമ്പളം തന്നെ, 8 വർഷത്തെ പ്രീമിയർ ലീഗിലെ ശമ്പളം അദ്ദേഹത്തിന് വേണമെങ്കിൽ മറക്കാം. പക്ഷെ മേ ബി ഈ പറഞ്ഞ പോലെ അദ്ദേഹം സൗദി ലീഗിലേക്ക് പോകുന്നെങ്കിൽ അത് പിന്നെ അദ്ദേഹത്തിന് ഒരു വറീഡായി കാണേണ്ട ഒരു കാര്യമല്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഈ ഒരു ഇൻസിഡൻറ്റോടെ വളരെ ടാർണിഷ്ഡായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് എങ്ങനെയാണ് മറ്റുള്ള റഫറീസിനെ അല്ലെങ്കിൽ ഇനിയുള്ള പ്രീമിയർ ലീഗിലെ റഫറിങ്ങിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് മേജർ ഒരു കൺസേൺ ആയിട്ട് വരുന്നൊരു കാര്യം. നമുക്കറിയാം റഫറീസും മനുഷ്യരാണ്, അവർ മെഷീനൊന്നുമല്ല കറക്റ്റ് 99.99% ആക്യുറസിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഹ്യൂമൻ എറേഴ്സും കാര്യങ്ങളും സംഭവിക്കാം. ചില സമയത്ത് പൊട്ടത്തരം പോലുള്ള മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പോലും VAR ഉള്ള കാലഘട്ടത്തിൽ പോലും പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അതും കൺട്രോൾ ചെയ്യുന്ന മനുഷ്യരായി ഇവർ തന്നെയാണ്. സോ മിസ്റ്റേക്സ് എവിടെ നിന്ന് വേണമെങ്കിൽ സംഭവിക്കും. പക്ഷേ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഓരോ റഫറിയുടെ ഡിസിഷൻസും വിലയിരുത്തി കാണാനായിട്ട് നമ്മൾ ഫാൻസിനായാലും പണ്ഡിറ്റ്സിനായാലും സമയം കിട്ടുന്നുണ്ട്. അവർക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഇപ്പം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ഇപ്പോൾ ഡേവിഡ് കൂട്ടിന് പുറകെ ഇപ്പോൾ ലെസ്സേ മറ്റൊരു റഫറി ലിവർപൂളിൻ്റെ ഒരു ഗെയിം ഒഫീഷ്യേറ്റ് ചെയ്തു. മേ ബി ഒരു ബ്ലാറ്റന്റ് മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ചു. എന്ത് ചെയ്യും? എല്ലാ ഫാൻസും അത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ എററാന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതോ അദ്ദേഹം ബയസ്ഡ് ആയിരുന്നു, അദ്ദേഹം കരുതിക്കൂട്ടി തന്നെ PGMO റഫറീസ് ലിവർപൂളിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ ചെവിക്കടെ കളയുന്ന ഒരു സിസ്റ്റമായിരുന്നു. പക്ഷെ ഇപ്പം അത് പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു റഫറിയുടെ പേരിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞു. സോ ഇനി ഒഫീഷ്യേറ്റ് ചെയ്യുന്ന എല്ലാ റഫറീസിനും ആ ഒരു പ്രഷർ സഹിച്ചേ പറ്റത്തുള്ളൂ. ഈ പ്രഷറിൽ വർക്ക് ചെയ്യുമ്പോൾ ആക്യുറസി കൂടുകയല്ലേ ചെയ്യുക, ആക്യുറസി ആയിരിക്കും താഴോട്ട് പോവുകയും ചെയ്യുക. സോ എറേഴ്സ് വരാതിരിക്കാനുള്ള ഒരു പ്രഷറിലായിരിക്കും റഫറീസ്. കാരണം ഏതൊരു ടോപ്പ് ഗെയിംസൊക്കെ ലെറ്റ്സ് സേ ഒരു ഡെർബി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എവർട്ടൺ ലിവർപൂൾ മേഴ്സിസൈഡ് ഡെർബിയിലൊക്കെ ഒരു ക്രൂഷ്യൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് ബോത്ത് രണ്ട് സൈഡിലേക്ക് എവർട്ടനെതിരെയായാലും ശരി ലിവർപൂളിനെതിരെയായാലും ശരി ക്രൂഷ്യൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു കറപ്ഷൻ ആരോപണം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ. സോ റഫറീസിന് ഇപ്പോൾ അതിൻ്റെ പ്രഷർ കുറച്ചാൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ബട്ട് നമുക്ക് എല്ലാ ഡിസിഷൻസിനും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റഫറീസ് മനുഷ്യരാണ്, അവർക്ക് സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ ബ്ലേറ്റൻ്റ് മിസ്റ്റേക്സിനെയും പുറത്ത് കെട്ടിപ്പോട്ടെ സാരമില്ല എന്ന് പറയാൻ പറ്റില്ല. വി ആർ ഫുട്ബോൾ ഫാൻസ്. നമ്മുടെ ടീമിൻ്റെ വിക്ടറി ആ 3 പോയിന്റാണ് എല്ലാ ഫുട്ബോൾ ഫാൻസിനും ഇമ്പോർട്ടൻറ്റ്. സോ ഓൾറെഡി പ്രഷറിലായിരുന്ന റഫറീസ് ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി കുറച്ചും കൂടി നല്ല പ്രഷറിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ഏതൊരു ഫുട്ബോൾ ടീമിൻ്റെ ഫാൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുണ്ടാവും ഇതേപോലെ റഫറീസ് തങ്ങൾക്കെതിരെ പണി തന്നിട്ടുള്ള അവസരങ്ങളൊക്കെ. സോ അതേപോലെ നിങ്ങളുടെ ക്ലബിന് സ്ഥിരമായിട്ട് പണിയിരുന്ന റഫറീസ് ഉണ്ട്, അല്ലെങ്കിൽ അതേപോലത്തെ ഇൻസിഡൻസ് കാര്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് താഴെ നമുക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമാണ്. അതേപോലെ ഇനിയുള്ള PGMOൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ഇംഗ്ലീഷ്
ഫുട്ബോളിലെ റെഫറിങ്ങിൽ വരുത്തണം എന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീഡിയോ ഒന്ന് റീച്ച് ആയെത്തണമെങ്കിൽ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.